നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് പിണറായി വിജയൻ നയിച്ച ഇടതു മുന്നണിക്കുണ്ടായത്. ഇത്തരം തോൽവികളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേതാക്കൾ മാറി നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ കനത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ട പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഏറ്റെടുത്തു. ആ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ തിരിച്ചടിച്ചെന്ന് തുറന്ന പറച്ചിലുമായി CPMന്റെ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തുവരുന്നത്. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവെക്കുന്നതാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. പാർട്ടിക്ക് പിണറായി സർക്കാരിൽ നിയന്ത്രണമുണ്ടായില്ല. രണ്ടാം പിണറായി സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപനം ഉണ്ടാകാത്തത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നാണ് കണ്ടെത്തൽ. സർക്കാരിനെ പാർട്ടി കൃത്യമായി നിരീക്ഷിച്ചെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായെന്നും വിമർശനമുണ്ട്. ഒരാളിൽ എല്ലാം കേന്ദ്രീകരിക്കുന്നു എന്ന തെറ്റായ പ്രചാരണത്തിന് ഇത് കാരണമായി. UDFന് പിണറായി വിജയനെ ആക്രമിക്കാനുള്ള അവസരം നൽകിയെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPI ഉയർത്തിയ ആശങ്ക കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ശരിവെക്കുന്നതെന്നതും ശ്രദ്ധേയം. ചില മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിച്ചു. മുൻപ് ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അണിനിരത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷം അതിനും CPMന് കഴിഞ്ഞില്ല. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശം പ്രവണത ചില നേതാക്കളിലുണ്ടായി. ഇത് സമയത്ത് തിരുത്താത്തതിനാൽ പാർട്ടിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായി. സർക്കാരിനെ നിരീക്ഷിക്കാൻ നേരത്തെ പാർട്ടി സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നയത്തെ ചോദ്യം ചെയ്യാൻ ഘടകകക്ഷികൾക്കാവില്ലായിരുന്നു. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായിരുന്നെന്നും വിലയിരുത്തലുണ്ട്. വാർത്താ സമ്മേളനങ്ങളിലും നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി. നേതാക്കളുടെ ശരീരഭാഷയും സംസാരത്തിലെ ജാഗ്രത കുറവുമൊക്കെ പിണറായിയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നവയാണെന്നും വിലയിരുത്തലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. ഹൈന്ദവ വർഗീയ ശക്തികളോട് മൃദു സമീപനം എന്ന പ്രതീതി അത് നൽകിയെന്നും കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തുന്നു. വെള്ളാപ്പള്ളിയെ ഉചിതമായ സമയത്ത് തള്ളിപ്പറഞ്ഞില്ല. PM ശ്രീയിൽ എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിൽ എടുക്കണമായിരുന്നുവെന്നും നിരീക്ഷണമുണ്ട്. വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയെന്ന് വിലയിരുത്തുന്നുണ്ട്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലാണ് PM ശ്രീയിൽ നിന്ന് അന്നത്തെ സർക്കാരിനെ പിന്തിരിപ്പിച്ചത് എന്നത് പറയാതെ പറയുകയാണ് റിപ്പോർട്ട്. ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന നേതൃത്വം ആണയിട്ട് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് ഏറ്റുപറയുന്നതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിന് എതിരെയും CPM റിവ്യൂ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സിറ്റിംഗ് MLA മാരെ അതത് മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിച്ചപ്പോൾ ശൈലജയെ മാത്രം മണ്ഡലം മാറ്റി രാഷ്ട്രീയ എതിരാളികൾ ഇത് ആയുധമാക്കുകയും ചെയ്തു. മണ്ഡലം മാറ്റത്തെക്കുറിച്ചുള്ള പാർട്ടിയുടെ ന്യായീകരണങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 2ാം ആഴ്ച തെറ്റുതിരുത്തൽ രേഖ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ CPMന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് ചേരുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ അടിമുടി മാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അഴിച്ചുപണി വേണമെന്ന ആവശ്യം എത്രത്തോളം നേതൃത്വം അംഗീകരിക്കും? തെറ്റുതിരുത്തൽ ഏതറ്റം വരെ ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.